അതിമനോഹരമായ ഗ്രാമത്തിലെ സുന്ദരികളും സുന്ദരന്മാരും പഠിക്കുന്ന വളമംഗലം ഗവൺമെൻറ് LP സ്കൂളിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അനങ്ങാട് വലുതാണോ ചെറുതാണോ? നിങ്ങൾക്ക് പാമ്പള് പേടിയുണ്ട്? എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ സ്കൂളിൽ ഒരു സംഭവം നടന്നു. ഇന്നേ വരെ ആ സ്കൂളിൽ കാണാത്ത 2 പേരെയാണ് 2 ദിവസങ്ങളിലായിട്ട് അവർ കണ്ടത്. അതോടെ അവരെല്ലാം പാനിക്കായി. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കണ്ടത് മൂർഖൻ പാമ്പിനെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലോണം പേടി ഉണ്ടായിരുന്നു. അതും വരാന്തയിലായിരുന്നു പാമ്പിനെ കണ്ടത്. അതോടെ കുട്ടികളെ പേടി ഒന്നുകൂടി വർദ്ധിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു സ്കൂളിന് ചുറ്റുമുള്ള കാടുകളൊക്കെ വെട്ടിയിരുന്നത്. അതിനുശേഷമാണ് പാമ്പിനെ കണ്ടത്. സ്കൂളിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ജവാദിനെ സ്കൂൾ ടീച്ചർ അറിയിക്കുകയും അതിനെ തുടർന്നായിരുന്നു ഞാനും ജാഫ്രക്കയും അവിടെ എത്തിയത്. ബാക്കിയുള്ളവർക്ക് ചെറിയ അസൗകര്യമുണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സ്കൂളിൽ എത്തുകയും സ്കൂൾ പരിസരവും സ്കൂളിൽ പാമ്പ് വരാനുണ്ടാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാം ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സ്കൂളിലെത്തിയപ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം പാമ്പിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും പാമ്പിനെ കുറിച്ചുള്ള സംശയങ്ങളും തീർന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി. പാമ്പിനെ നമ്മൾ ഉപദ്രവിച്ചാൽ മാത്രമേ പാമ്പ് നമ്മളെ കടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പാമ്പിനെ ഉപദ്രവിക്കാൻ പോകണ്ട. പാമ്പ് പുറത്തു കൂടെ പോവുകയാണെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അതിനെ പോയി കല്ലെടുത്തെറിയാനോ അല്ലെങ്കിൽ വടി കൊണ്ട് പോയി തോണ്ടി നോക്കാനോ നിൽക്കണ്ട. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ആരും പാമ്പിനെ പോയി തൊടാൻ പോകില്ലല്ലോ. അപ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്കൂളിലോ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും പോയി പറയാം, ഇങ്ങനെ പുറത്ത് പാമ്പുണ്ട്, അങ്ങനെ പോയി പറയാം. അല്ലാതെ നിങ്ങൾ പോയി പാമ്പിനെ പോയി പിടിക്കാനോ ഒന്നിനും നിൽക്കരുത്. ഓക്കെ അല്ലേ? കേരളത്തിൽ നമുക്ക് മൊത്തത്തിൽ ഇപ്പം ഇതുവരെ കണ്ടെത്തിയത് 131 പാമ്പുകളാണ്. എത്ര ഉണ്ട്? 131. കുട്ടികളിൽ ഉണ്ടായിരുന്ന പാമ്പിനെ കണ്ട പേടി മാറ്റുക എന്ന ഉദ്ദേശത്തിലായിരുന്നു ഞങ്ങൾ അവിടെ പോയിരുന്നത്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോയി. കുറെ കാലത്തിന് ശേഷം സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ചെറുപയറും ചോറും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ എല്ലാം പുരോഗമിച്ച് അടിപൊളി ഫുഡാണ് സ്കൂളുകളിലുള്ളത്. 10:30 എത്തിയ ഞങ്ങൾ 2:30 സ്കൂളിൽ നിന്ന് പിന്നെ പോരുന്നു. ഈ കുട്ടികളെ എല്ലാവരും എന്താ കച്ചറ ഉണ്ടാക്കുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് എല്ലാവർക്കും ഞങ്ങളെ നമ്പർ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തല്ലുണ്ടാക്കുന്നത്. എല്ലാവരും ഒരു ബുക്കും പേനയായിട്ട് വന്നിന്. എല്ലാവർക്കും നമ്പർ വേണം. അത് ഇത്രയും കുട്ടികളും ഉണ്ട്. എന്നെ പോലെ തന്നെ ജാഫ്രാക്കയും അതേ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഊപ്പരും ഇതേപോലെ തന്നെ കുടുങ്ങി കിടക്കും. പിന്നെ അവസാനം ടീച്ചറോട് പറഞ്ഞു നമ്പർ കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എസ്കേപ്പ്.